ഈ വിള്ളൽ ഇങ്ങനെ നീളുന്നത് ജനങ്ങളുടെ മനസ്സിലേക്കുള്ള ആശങ്കയാണ്. കൂരിയാട് മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ഇതേപോലെ ആശങ്ക പങ്കുവെക്കുന്ന ജനങ്ങളെ നമ്മൾ കണ്ടു. നിലവിൽ കൂരിയാടുള്ള ജനങ്ങൾ തൃപ്തരാണ്. അത് ദേശീയപാതയുടെ നടപടിയിലാണ്. കരാർ കമ്പനിയെ ഡിബാർ ചെയ്തിരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. ഈ ഒരു ദൃശ്യത്തിൻ്റെ ഫ്രെയിം കണ്ടാൽ നമുക്ക് വ്യക്തമാകും ഇവിടെ ഒരു പുനർനിർമ്മാണം തന്നെയാണ് വേണ്ടത്. അതെങ്ങനെ വേണം, പാലം വേണമോ, മറ്റു കാര്യങ്ങളൊക്കെ അധികൃതർ തന്നെ തീരുമാനിച്ച് അടിയന്തരമായി പരിഹാരത്തിലെത്തണം എന്നുള്ളതാണ് ജനപ്രതിനിധികളൊക്കെ കാലങ്ങളായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ശാശ്വത പരിഹാരമാണ് ആവശ്യം. തീർച്ചയായിട്ടും ശാശ്വത പരിഹാരം എന്നുള്ളത് ഇവിടെ ഇതുപോലെ ഈ വെള്ളം ഒഴുകാനുള്ള എല്ലാ മാർഗങ്ങളും കൊട്ടിയടച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയല്ല വേണ്ടത്. ഇവിടെ പാലം തന്നെ നിർമ്മിക്കണം. കാരണം ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നീളത്തിലുള്ള പാലമാണ് ഇവിടെ വേണ്ടി വരിക. ഇത്രയും കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഈ നാഷണൽ ഹൈവേക്ക് 6 വരി പാതക്ക് ഇവിടെ മാത്രം പാലം വേണ്ടാന്നും ബാക്കിയുള്ളിടത്തൊക്കെ ആകാമെന്നുള്ള ഒരു ചിറ്റമ്മ നയമാണ് ഇവർ തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാതെ നിൽക്കുന്ന ഇവിടെ കെട്ടിക്കിടക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചാണ് ഈ ദേശീയപാത നിർമ്മാണം നടന്നിരുന്നത്. അന്ന് മുതലേ ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഞങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത് അശാസ്ത്രീയമാണെന്ന്. അത് ഇപ്പോൾ കമ്പനിയും പറയുന്നു മണ്ണ് ഉറക്കാത്തത് കൊണ്ട് തന്നെ അത് താഴോട്ട് പോയതാണ് എന്നുള്ളത്. ഇനിയും ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ വലിയ രൂപത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വെള്ളം എവിടേക്ക് ഒഴുകി പോകും? പുഴ അപ്പുറത്താണ്. പുഴയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ 6ഓളം കൺവേർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടാണ് ഇവിടെ ഈ റോഡ് നിർമ്മാണം നടന്നിട്ടുള്ളത്. ആകെ ഒരു കൺവേർട്ട് മാത്രമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയും ഈ റോഡൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞ തവണ വെള്ളം വന്ന സമയത്ത് 5-6 ദിവസം അടച്ചിടേണ്ട സാഹചര്യം വന്നു. സർവീസ് റോഡ് 5-6 ദിവസം അടച്ചിടേണ്ട സാഹചര്യം വന്നു. അതിനൊക്കെ ഒരു പരിഹാരമായി ഇവിടെ പാലം തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. അതെ, ദേശീയപാത യാഥാർത്ഥ്യമാകണം. അതിന് ആശങ്കകളെല്ലാം തന്നെ നികത്തണം. കൂരിയാട് മാത്രമല്ല, സമീപത്തുള്ള പ്രദേശത്തൊക്കെ അത്തരത്തിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്.